ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഫോർമേഷൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കളിച്ച കളികളിലെല്ലാം എനിക്ക് നല്ല രീതിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫോർമേഷൻ ഏതാണെന്ന് നോക്കാം. ഞാൻ വെച്ചതുപോലെ തന്നെ ഫോർമേഷൻ്റെ ഗ്രാഫ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗെയിം പ്ലേ കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഒരു ഡിഫെൻസീവ് കീപ്പറിനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ GK പൊസിഷനിലേക്ക് ഒലിവർ ഗന്നെയാണ് വെക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് 2 സെൻറ്റർ ബാക്കുകളാണ് ആവശ്യമുള്ളത്. ഒരു ഡെസ്ട്രോയറും ഒരു ബിൽഡപ്പിനെയാണ് ആവശ്യമുള്ളത്. ബിൽഡപ്പായിട്ട് നമ്മൾ വെർജിൽ വാൻഡേക്കിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഡെസ്ട്രോയറായിട്ട് നമ്മൾ മെക്കലേലെയാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു ലെഫ്റ്റ് ബാക്കിനെയും ഒരു റൈറ്റ് ബാക്കിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് നല്ല സ്പീഡി പ്ലെയർ ആയിട്ടുള്ള അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ന്യൂനോ മെൻഡസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. റൈറ്റ് ബാക്കായിട്ട് നമ്മൾ ഫ്രീ കിട്ടിയ കൊസ്റ്റനെയാണ് യൂസ് ചെയ്യുന്നത്. ഡിഫെൻസീവ് ഫുൾ ബാക്കാണ് കൊസ്റ്റ. DMF പൊസിഷനിലേക്ക് ഒരു ആങ്കർമാനായി ഒരു ഓർക്കസ്ട്രേറ്ററെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആങ്കർമാൻ റോഡറിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓർക്കസ്ട്രേറ്ററായിട്ട് നമ്മൾ ആൻഡ്രിയ പിർലോനെയാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അറ്റാക്കിംഗ് മിഡ് ഫോർവേഡിലേക്ക് ഹോൾ പ്ലെയർ ആയിട്ടുള്ള ജോഹാൻ ക്രൈഫിനെയാണ്. അടുത്തതായിട്ട് നമ്മളുടെ സ്ക്വാഡിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 സെൻറ്റർ ഫോർവേഡുകളുടെയാണ്. 2 സെൻറ്റർ ഫോർവേഡും ഗോൾ പോച്ചർ ആയിരിക്കണം. ഒന്നാമത്തെ സെൻറ്റർ ഫോർവേഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബ്രിഡ്സ്കൾ സണ്ണിനെയാണ്. രണ്ടാമത്തെ സെൻറ്റർ ഫോർവേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സുനിൽ ഛേത്രിയാണ്. സുനിൽ ഛേത്രിയുടെ എപ്പിക്കാർഡാണ്. അടുത്തത് നമ്മളുടെ സ്ക്വാഡിലേക്ക് ആവശ്യമുള്ളത് ഒരു SSനെയാണ്. SS പ്ലെയറായിട്ട് നമ്മൾ ലെറി സാനയെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ 11 ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സബ് ബിൽഡ് ചെയ്യാം. സബിലേക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത് 4 സെൻറ്റർ ഫോർവേഡായിട്ടുള്ള ഗോൾ പൗച്ചേഴ്സിനെയാണ്. അതിൽ ഒന്ന് ഡിയാഗോ ഫോർലാൻ, രണ്ടാമതായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന CF ആണ് മൈക്കിൾ ഓവനാണ് ഗോൾ പൗച്ചർ. തേർഡ് CF ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെർണാണ്ടോ ടോറസിനെയാണ്. ഫോർത്ത് CF ആയിട്ട് കിലിയൻ എംബാപ്പയുടെ ഈ ഗോൾ പൗച്ചർ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു ആങ്കർമാൻ്റെ കാർഡാണ് സബിലേക്കായിട്ട് ചൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു ഓർക്കസ്ട്രേറ്ററെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പെപ് ഗാർഡിയോളയുടെ കാർഡാണ് ഞാൻ ഓർക്കസ്ട്രേറ്ററായിട്ട് സബിലേക്ക് ചൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡേവിഡ് ബെക്കാമിനെയാണ് നമ്മുടെ സബിലേക്ക് ചൂസ് ചെയ്യുന്ന. ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ബെക്കാമിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഇത് AMF പൊസിഷനും കളിക്കുന്നതാണ്. അടുത്തതായിട്ട് 2 CBകളെയാണ് സബിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ബിൽഡപ്പായിട്ട് ബരേസിയെയും ഡെസ്ട്രോയറായിട്ട് കന്നവേറയെയാണ് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സബിലേക്ക് ആവശ്യമായിട്ടുള്ളത് SS ഹോൾ പ്ലെയർ റോണിയെയാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സബിലേക്ക് വെക്കുന്നത് ഒരു പ്രൊലിഫിക് വിങ്ങറായിട്ടുള്ള ജൂലിയയാണ്. അടുത്തതായിട്ട് സബിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പ്ലെയറാണ് ബെർണാർഡോ സിൽവയുടെ ഈ ഫ്രീ ആയിട്ടുള്ള ഷോർട്ട് ടൈം കാർഡ്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഫോർമേഷൻ ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഈ ഫോർമേഷൻ കുറച്ച് കളികളിലൂടെ തന്നെ എൻ്റെ മെയിൻ ഫോർമേഷനായി മാറിയിരിക്കുന്ന ഒരു ഫോർമേഷനാണ്. LBCയും QCയും പൊസിഷനും ഈ ഫോർമേഷനിലൂടെ നന്നായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഈ ഫോർമേഷൻ്റെ ഔട്ട്ലുക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.